ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ ഫാദർ യുവർ കിങ്ഡം കം, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10 മുതൽ. നമ്മൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നാം വിസ്തീരിക്കണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മൾ 3 കാര്യമാണ് രാജ്യത്തെപ്പറ്റി നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, യു ഹാവ് ടു പ്രേ ഫോർ ദ കിങ്ഡം. യേശു പറഞ്ഞല്ലോ, പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ എന്ന് നമ്മൾ അത് പ്രാർത്ഥിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞു, സീക്ക് ആഫ്റ്റർ ദ കിങ്ഡം. മാത്യു ചാപ്റ്റർ 6:33, മത്തായി 6:33 പറയുന്നു, സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് റൈറ്റിയസ്നെസ്, ഓൾ തിങ്സ് വിൽ ബി ആഡഡ് അൺ ടു യു. മുമ്പേ ഫസ്റ്റ് എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. അതുകൊണ്ട് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നോർത്ത് വേവലാതിപ്പെടണ്ട. നിങ്ങൾ ലുക്ക് അറ്റ് ദ ബേർഡ്സ് ഓഫ് ദി എയർ. ആ പക്ഷികളെ, പറവകളെ നോക്കുക. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കളക്ട് ചെയ്യുന്നില്ല. ലുക്ക് അറ്റ് ദ ലില്ലീസ് ഓഫ് ദ ഫീൽഡ്. വയലിലെ താമര നോക്ക്, പുഷ്പങ്ങളെ നോക്ക്, അത് എത്ര മനോഹരമായി സ്വർഗീയ പിതാവ് അതേക്ക് ചമച്ചിരിക്കുന്നു. നിങ്ങൾ എന്തിനാണ് വരി ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ടെൻഷൻ? ആർക്കും ടെൻഷൻ പാടില്ല കേട്ടോ. നമ്മൾ എന്തിനാണ് നാളെക്കുറിച്ച് വിചാരപ്പെട്ട് ചിന്തിക്കുന്നത്? അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ടെൻഷൻ വിൽ increase your age. It will advance your aging. It will bring wrinkles on your face. Other worries and it will spoil your beauty. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അതൊക്കെ ഞാൻ പഠിച്ചു ദൈവവചനത്തിൽ. അപ്പം നമ്മുടെ ടെൻഷനൊന്നും വേണ്ട. എല്ലാ വരീസും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നാണ് ദൈവവചനം പഠിപ്പിക്കുക. അങ്ങനെ നമ്മളൊന്ന് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ നമ്മുടെ സകല ചിന്താകുലം എൻ്റെ മേൽ വിട്ട് അവൻ്റെ മേൽ വെച്ചു കൊള്ളുക എന്നാണ് പറഞ്ഞത്. രാവിലെ തുടങ്ങി, ദൈവമേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും, എൻ്റെ എല്ലാ തോട്ട്സ്, എൻ്റെ എല്ലാ സിക്നസ്, എനിക്ക് എന്തൊക്കെയുണ്ടോ അസുഖങ്ങൾ, പ്രോബ്ലങ്ങൾ, അതെല്ലാം അങ്ങേക്ക് ഞാൻ തരുന്ന കർത്താവേ, അത് ക്രൂസിലേറ്റതാണല്ലോ, ഡിവൈൻ എക്സ്ചേഞ്ച് എനിക്ക് തന്നതാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾക്ക് ആ ടെൻഷനെല്ലാം പോവും. നമ്മൾ എന്ത് ചെയ്യണം? മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കണം, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത് ഞാൻ പഠിപ്പിക്കുന്നത്, വി ഹാവ് ടു വർക്ക് ഫോർ ദ കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യം ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ഫോർ ദ കിങ്ഡം എന്ന് പറഞ്ഞാൽ ഇവിടെ യേശു പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 35 വായിക്കുകയാണ്. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. എവിടെ ചെന്നാലും യേശു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ട് സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. നിങ്ങളുടെ എല്ലാ ദീനവും, നിങ്ങളുടെ എല്ലാ വ്യാധിയും